നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഇത് കാണുന്നുണ്ടല്ലോ, മഷ്റൂമാണ്. പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണാണിത്. കടയിൽ നിന്ന് മേടിക്കുന്ന കൂണിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇതിന്. കാണുന്നുണ്ടല്ലോ അല്ലേ, വലിയ കൂണാണിത്. കൂണൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ വല്ലാതെ ചുമന്നു പോയി എന്നുണ്ടെങ്കിൽ ആ കൂണൊന്നും നമ്മൾ എടുക്കരുത്. ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണ് വേണം എടുക്കാനായിട്ട്. പിന്നീട് ഇത് നന്നാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നല്ല രീതിയിൽ ഉപ്പിടണം. അതുപോലെ തന്നെ മഞ്ഞൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കൂണല്ലേ, അപ്പോൾ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ മഞ്ഞളിടണം. ഈ കൂണിൻ്റെ ഇതുപോലെ അങ്ങ് തോല് ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഈ മഞ്ഞളും ഉപ്പും ഉള്ള വെള്ളത്തിലേക്ക് ഇടണം. പിന്നീട് ഈ തണ്ട് നമ്മൾ ഇതേപോലെ ഒരു കത്തി വെച്ച് ഇങ്ങനെ ചീകി ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് അരിഞ്ഞിടാം. ഈ കൂണിൻ്റെ തണ്ട് ഇതുപോലെ ചെറുതാക്കി കീറിയിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞിടാം. ഇതിങ്ങനെ ഒരു അരമണിക്കൂർ നേരം കിടക്കട്ടെ. ഈ പീസും നമുക്ക് ചെറുതാക്കി ഇടാം. അരമണിക്കൂർ നേരം ഉപ്പും മഞ്ഞളും കൂടെ കൂടിയ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷം 5-8 തവണ നല്ല രീതിയിൽ അലമ്പി നല്ല രീതിയിൽ കഴുകി പിഴിഞ്ഞെടുത്തു. ഇതുപോലെ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു, നല്ല രീതിയിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിൽ കിടന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റട്ടെ. ഇപ്പം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ കൂണിലുള്ള വെള്ളം മുഴുവനും ഇതുപോലെ ഇറങ്ങി വരും. അത് മുഴുവനും ഒന്ന് വറ്റി കിട്ടണം. ഇത് എണ്ണയല്ല, ഇതിൽ നിന്നുള്ള വെള്ളമാണ്. മാക്സിമം പിഴിഞ്ഞ് കളഞ്ഞു, എന്നാലും പിന്നെയും വെള്ളമുണ്ട് ഇതിനകത്ത്. ഈ വെള്ളം ഒന്ന് ശരിക്ക് വറ്റട്ടെ. അപ്പോൾ ഈ കൂണിൽ നിന്നിറങ്ങിയ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇത് മുരിഞ്ഞു വരാൻ ആവശ്യത്തിന് ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ ഇതിന്. പിന്നീട് ഇതിനാവശ്യമായ മുളക് പൊടി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനില്ല. കൂണിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട. ഇതിനാവശ്യമായ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ്. അതുപോലെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ്. മഞ്ഞൾ ഇച്ചിരി മുന്നിൽ തന്നെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. പിന്നീട് കറിവേപ്പില വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്. കറിവേപ്പില ഇച്ചിരി കൂടുതൽ വേണം. അതുപോലെ ഇപ്പം ഇത് വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇട്ടതിൻ്റെ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കണ്ട് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ഇടാൻ പറ്റുമെങ്കിൽ ചുമന്നുള്ളി, അതല്ലാന്നുണ്ടെങ്കിൽ സവാള ഉള്ളി. ഇതിപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ ഇട്ട് നമ്മൾ ഉള്ളി ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചാൽ ഉള്ളി ഒരുപാട് വേണ്ട. ആദ്യം കുറച്ച് ഉപ്പിടുക. കൂണിനൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. പെട്ടെന്ന് ഉപ്പ് അങ്ങ് കയറി പിടിക്കില്ല. ആദ്യം കുറച്ചിടുക. അതിന് ശേഷം നമുക്കൊരുവിധം വേഗം ആയതിന് ശേഷം മാത്രമേ ഉപ്പൊക്കെ നോക്കാവുള്ളൂ. ചെറിയ തീയിൽ കിടന്ന് ഇത് മുരിഞ്ഞ് വരണം. കൂണ് തേങ്ങ അരച്ച് വയ്ക്കുന്നവരുണ്ട്, വറുത്തരച്ച് വയ്ക്കുന്നവരുണ്ട്. പിന്നീട് എന്തെങ്കിലും ചക്കക്കുരുവോ പാവയ്ക്കോ അതിൻ്റെയൊക്കെ കൂടെ ഇട്ട് ഉലർത്തുന്നവരുണ്ട്. പല രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത് എനിക്ക് ഈ രീതിയാണ്. ആ കൂണിൻ്റേതായ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരട്ടെ. ഇത് നല്ല രീതിയിൽ
മുരിഞ്ഞ് വരണം. കൂണൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതൊന്നുകൂടെ മുരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾ കൂടെ ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെ മറ്റൊക്കെ അധികം ആവില്ല. നമ്മുടെ കൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ ഇടത്തരം തീയിൽ കിടന്ന് ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ ഇപ്പോൾ പാകമാണ്. നമ്മുടെ കൂണ് റെഡിയായി. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ കുത്തരിച്ചോറ് ഒരു സ്പൂൺ ഇടുകയാണ്. ആ ചോറിന് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കി. ഇതിവിടെ പിള്ളേർ പറയുന്നത് കൂണ് ബിരിയാണി എന്നാണ്. നല്ല ടേസ്റ്റാണിത്. നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. കൂണ് ബിരിയാണിയും ഇവിടെ റെഡിയായി. നല്ലൊരു കൂൺ ഉലർത്തിയതും റെഡിയായി. നല്ല ടേസ്റ്റാണിതിന്.